എന്താണ് ഇന്ന് നടക്കാൻ പോകുന്നത്? ഇന്ന് നടക്കാൻ പോകുന്നത് തിരുവാതിര. ഒരു ഗസ്റ്റ് ഉണ്ട്. സൗണ്ട് ചെക്കിന് കണ്ണൂർ സീനിന്റെ ചെക്കേ വെച്ചോണ്ടിട്ടോ സീനത്താത്താന്റെ മൈക്കോ ഞാൻ ചെക്ക് ചെയ്യാനല്ലേ? അത് സർപ്രൈസ് ആയില്ലേ? അല്ല വ്ളോഗ് ഇട്ടിട്ടില്ലല്ലോ. അല്ലാണ്ട് ഇവലൊക്കെ കേട്ടില്ല. എന്താ എന്താ നീ പറഞ്ഞേ? ഫീമെയിലേ ഈ ശ്രദ്ധിക്കണം. സെക്കൻഡ് ഫീമെയിൽ. അപ്പൊ ഫാത്തിമന്റെ പുതിയ വ്ളോഗ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ ഒറ്റ മൈക്ക് മതി, രണ്ട് മൈക്ക് കൂടി ആകെതായി പോകും. കേൾക്കുള്ളൂ. ഇത് ഓണാണോ? ഞാൻ പറയുന്നതിലേക്കും കുറെ നാൾക്ക് ശേഷമാണ് ഞാനൊരു പരിപാടിന്റെ വ്ളോഗ്, നമ്മുടെ ഫുൾ ടീമിന്റെ വ്ളോഗ് എടുക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മള് പരിപാടി വരുന്നത് എവിടെയാ? മേലാറ്റൂർ, നമ്മുടെ നാട്ടില്. അല്ല, അത് ഞാൻ പിന്നെ ഇടുള്ളൂ. സ്വന്തം നാട്ടിലേട്ടോ അല്ലേ? നിങ്ങളെ സ്വന്തം നാടാ? പിന്നെ നല്ല നാടാണ്, അങ്ങനെ പറയാലോ നമുക്ക്. മലപ്പുറം അല്ലേ? കണ്ണൂര് കൊല്ലം ആശിക്കല്ലോ. പിന്നെ മീശ പഠിക്കരുത് പറഞ്ഞു, പിന്നെ പഠിച്ചിട്ടില്ല. ഭയങ്കര പ്രായം കൂടിയ പോലെ പരിപാടിനെ പറ്റി പറയാനുള്ളത്. മഴ പെയ്യോ അതോ ഒപ്പര നനിയോ? ചെറുതായിട്ട് പെയ്യുള്ളൂ. ഒപ്പര നനിയോ? അപ്പൊ ചെറുതായിട്ട്, ബാക്കി പിന്നെ പെയ്യൂല. പിന്നെ ഒരു 11 മണി 12 മണി വരെ പെയ്യൂല. പാടി പെയ്യിക്കേണ്ടി വരും. അതെ, ലാസ്റ്റ് നിർത്താൻ വേണ്ടി നമ്മൾ പെയ്യും. അപ്പൊ ഇന്നത്തെ പരിപാടിക്ക് നമ്മുടെ ഇപ്പൊ ഷാഫിക്ക ഉണ്ടല്ലേ? നീ കണ്ടിരുന്നോ ഷാഫിക്കാനെ? ഇല്ല, ഞാനും കണ്ടില്ല. ഷാഫിക്കാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്ന പരിപാടി ആയിരിക്കും. പിന്നെ ഒരു സർപ്രൈസ് ഗസ്റ്റും കൂടി ഉണ്ട്, അത് വ്ളോഗിന്റെ ലാസ്റ്റിൽ. സർപ്രൈസ് ഫാത്തിമയുടെ അജു വരുന്നുണ്ട്. നിങ്ങൾക്ക് ഫാത്തിമയുടെ മുടിയിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ഇന്നോട് രാവിലെ ഒന്ന് ചോദിച്ചേ, എനിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ആകെ ആംലേറ്റിന്റെ അടിയിലായിരിക്കും, മനസ്സിലാവില്ലേ? അതെ, മുടി കളർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ കുറച്ചധികം കളർ വന്നില്ലേ? നരച്ചതൊക്കെ കളറായി. ഇപ്പൊ നരച്ചുകൂടിയൊക്കെ കളറായി മാറി. ഈ കുറച്ച് ഫെയ്ഡ് ആവും, അത് കുഴപ്പമില്ല. ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ എടുത്തു നോക്കൂലോ. തോന്നുന്നുണ്ടോ വ്ളോഗ് എടുക്കണ്ടേന്നില്ലാന്ന്? നമ്മളെ പരിപാടിയാണ്, കുറെ ആൾക്കാർ ഇപ്പൊ തന്നെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. സൗണ്ട് ചെക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. അതെ, നമ്മുടെ ബോസ് എപ്പോഴാ വരിക? ബോസ് വരുമോ? വരും. അപ്പൊ എന്തായാലും നമുക്ക് നൈറ്റ് ആണ് പ്രോഗ്രാം. അപ്പൊ അതിന്റെ ഇനി ഓരോ വിഷ്വൽസ് നമുക്ക് കാണാം. പരിപാടി ഉഷാറാക്കണം. അടിപൊളി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഡ്രസ് എന്തോ ഒരു എന്റെ ഡ്രസ്സ് ഞാൻ വളരെ പ്രതീക്ഷയോടെ എടുത്തു വന്നതാ. പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം. പുതിയ വ്ളോഗ് ആകും. സ്ലോ മോഷൻ മഴയും കിട്ടും. മഴ കൂടി. ആഷിഖാന്റെ ഉള്ളിലല്ലേ? ആഷിഖാനെ കിട്ടുമോ നോക്കട്ടെ. മഴ പ്രശ്നല്ലേ ഇപ്പോ? ഒന്നും ആയില്ല, എല്ലാം മഴയിൽ പോയി. പരിപാടി നടക്കുമോ? പരിപാടി നടത്തണം, നമുക്ക് എന്തെങ്കിലും കാട്ടി പരിപാടി നടത്തണം. എന്താ ചെയ്യാനും വളരെ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന പരിപാടിയാണ്.
ഈക്കായിട്ട് ഫുൾ ലുക്ക് അയക്കണല്ലോ. പേരെന്താണ്? ലവ്ലിയോ? ലവ്ലി. ഡാൻസ് ഉണ്ടല്ലേ? സ്റ്റെപ്പൊക്കെ കളിക്ക്. ഇതാണ് ആയിട്ടില്ല. കുറച്ചുകൂടി കഴിയട്ടെ. മൂടി കുറച്ചിരിക്കണേ. കുറിച്ചാണോ മുട്ട അടിച്ചു അത്രല്ലോ. എന്റെ കുറച്ച് മുടിയെങ്കിലും ബാക്കിയുണ്ട്. എന്നാ കാണാട്ടോ. ബൈ ബൈ. ഓക്കെ കാണാട്ടോ. പരിപാടിക്ക് വരൂലേ രാത്രി? ബൈ ബൈ. മേലാറ്റൂർ വരാൻ പറ്റുന്ന സന്തോഷമായി തന്നെ ഞാനിവിടെ ഒരുപാട് പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ലൊക്കേഷനിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ ഇവിടുത്തെ ആൾക്കാരെ കാണാനും എല്ലാവരെയും മീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്, പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ രണ്ടാളെയും പാട്ട് ഞാൻ നിങ്ങളെ ഇതിലൂടെ തന്നെ ന്യൂസിലൂടെ തന്നെ ഞാൻ കണ്ടിരുന്നു, ഞാൻ കമൻറ്റ് കിട്ടിയിരുന്നു. അപ്പോൾ ഇവരെ മീറ്റ് ചെയ്യാൻ പറ്റിയതിലും ലൈക്ക് വളർന്നു വരുന്ന ടാലൻസാണ്. എന്നും ഇങ്ങനെ അടിപൊളിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ മേലാറ്റൂർ ഇപ്പോൾ മഴ നല്ല മഴയുണ്ട്, പ്രതികൂല കാലാവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്താവും പരിപാടിൻ്റെ നല്ല എന്തായാലും നമ്മൾ പരിപാടി ചെയ്യും. എന്തായാലും ഇവരുടെ ആഗ്രഹം അനാന്റെ മുമ്പിൽ നേരിട്ട് പാടണം എന്നാണ് ഇവരുടെ ആ ഒരു ആഗ്രഹം. എന്തായാലും അതൊന്നും നമുക്ക് ഇവിടെ നിറവേറ്റിയാലോ. അപ്പോ സത്യം പറഞ്ഞാൽ ആക്ച്വലി ഞാനിതുവരെ അങ്ങനെ അഭിനയ പരിപാടിയിലൊന്നും പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ കീഴിൽ ശരിക്കൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അഭിനയിച്ച് നോക്കണത്. വളരെ ചെറിയൊരു ടൈം പീരീഡ് മാത്രമേ എനിക്ക് ആ പടത്തിലുള്ള ചെറിയൊരു ടൈമിലേ വരുന്നുള്ളൂ. പക്ഷെ എന്നാലും ആ ഒരു ടൈം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ജഗദീഷ് ഏട്ടൻ്റെ കൂടെ, അതുപോലെ പെപ്പെ, അതുപോലെ കബീർ സിംഗ്, സുനിലേട്ടൻ. അപ്പം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് വലിയ ആക്ടേഴ്സിൻ്റെ കൂടെയാണ് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്തത്. സോ അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. അത് ആ ഒരു ടൈം അവരിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ചെറുതല്ല. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം. നല്ലൊരു സൂപ്പർ സിനിമയാണ് വരാൻ പോകുന്നത്. 28-നാണ് റിലീസാവാൻ പോകുന്നത്. അപ്പം എൻ്റെ ഭാഗം ചെറുതാണെങ്കിലും പടം വളരെ വലുതാണ്. ഞാൻ കുഞ്ഞു പോർഷനിലുണ്ട്. ഒരുപാട് ഏരിയയിലൊന്നും കുറച്ചുള്ളൂ, പക്ഷെ ഉള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സുഹൃത്തുക്കളെ ഫസ്റ്റ് തന്നെ അടുത്ത് ഇടാത്ത മറ്റേ വ്ളോഗ് കിട്ടിയില്ലല്ലോ, കിട്ടല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ ഫാത്തിമ സാധാരണ പോലെ അല്ല, ഇന്നലെ ഫുള്ള് ലക്ഷങ്ങളുടെ പ്രൊമോഷൻ മൈക്ക് 10 ലക്ഷത്തിന്റെ മുടി കളറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഫാത്തിമ കൊളാബ് കോസ്റ്റ്യൂമൊക്കെ ഉണ്ടല്ലോ. അതിലിട്ട് ആവശ്യം വരും. ഓർഡറിലേക്ക് പോകണത്
അസീബും സംഘവും അവതരിപ്പിക്കുന്ന കൂടം കുത്തി മത്സരം. നമ്മളൊന്നും വെറുക്കുന്നതിന് ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളെ അങ്ങനത്തെ ആളുകളാണ് അടിച്ച് ഫിറ്റായിരിക്കാണ്. ഫുഡ് കേട്ടോ, ഫുഡ് കഴിച്ച് ഫിറ്റായിരിക്കാണ്. എല്ലാം നടന്നു. സൗണ്ട് ചെക്ക് കഴിഞ്ഞു, ഫുഡ് കഴിപ്പും കഴിഞ്ഞു. ഷോൽക്കല് പോവാലോ. അപ്പോൾ എന്താ അപ്പോൾ സുരക്ഷിതമായ കൈകളിലേക്ക് ജിമ്മി നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത്രയും ആദ്യമായിട്ടാണ്. എന്തിനാ എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നത്? ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. അപ്പം ഇഫ്ര ആദ്യമായിട്ടാണ് ഗൈസ് എൻ്റെ വ്ളോഗിൽ വരുന്നത്. പറയൂ ഇഫ്ര, എവിടെയായിരുന്നു, എവിടെ നിന്ന് വരുന്നു? ഞാൻ ജിപ്ഷന്റെ വീട്ടിൽ നിന്ന്. ഒച്ചത്തിൽ പറയണ അല്ലെങ്കിൽ എന്റെ സൗണ്ട് പോയിക്കണേ. ജലദോഷം കുട്ടിക്ക് ജലദോഷമാണ്, പതുക്കെ സംസാരിക്കുള്ളൂ. അപ്പോൾ എവിടെയായിരുന്നു ഇന്നലെ? ഞങ്ങൾ ഇന്നലെ വയനാട്. ഇന്നലെ നിങ്ങൾ വയനാട്? അവിടെ എന്തേലും റിസോർട്ടാ? വെറുതെ. നിങ്ങൾ ഫുള്ള് ട്രിപ്പിംഗ് ആണല്ലോ. നിങ്ങൾ ഈ 2 മാസം കിട്ടണുള്ളൂ ലീവ്. എന്താ 2 മാസം കഴിഞ്ഞ കഴിഞ്ഞ കോളേജല്ലേ അടുത്ത വർഷം. ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്താണ്? ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. മടി ഇങ്ങനെയല്ലേ നമ്മൾ സംസാരിച്ച് ശരിയാവണേ? പണ്ടേ ഉള്ളതാ. ഞാൻ വ്ളോഗ് എടുക്കുമ്പോ ഇങ്ങനെ ഒന്ന് നിൽക്കും. പറ, നീ സംസാരിക്കും, നീ സംസാരിക്കുന്നത് എന്താന്ന് കാണട്ടെ. ഒന്നാമത് എനിക്ക് സംസാരിക്കാൻ ഒന്നും വരില്ല. അത് ക്യാമറ ഇല്ലാത്തപ്പോ എനിക്ക് 100 നാൾ വരും ഗൈസ്. ആദ്യമായിട്ടാ ഈ വരണേ? ഇതിന് മുന്നേ വന്നിട്ടില്ലേ? വന്നിട്ടില്ല. പ്രോഗ്രാമിന് ആദ്യമായിട്ടാ. പ്രോഗ്രാം ആദ്യമായിട്ടാ. അപ്പൊ ഡ്രെഡാ വന്നിട്ടുള്ളത്? ഉറപ്പാ? അന്നെ ഇതേപോലെ എപ്പോഴും ഞാൻ നോക്കിക്കണല്ലോ. ഫ്രണ്ട്സിന്റെ ഒപ്പം കാണാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ളൂ. പിന്നെ വന്നിട്ട് സ്റ്റേജിലേക്ക് വന്നിട്ടില്ലേ എപ്പോഴോ? ഇല്ല, ഇവളിതുവരെ വന്നിട്ടില്ല. ദുബായിന്ന് വന്നിട്ടില്ലേ? സ്റ്റേജിക്ക് വന്നിട്ടില്ല. ഖുറാനിന്നാ വന്നത്. ഖുറാനിയുടെ ഇനോഗ്രേഷൻ ടൈമിലാണ് വന്നത്. അതാണ് ഞാൻ ആലോചിക്കണേ, എവിടെയോ വന്നിനു സ്റ്റേജിൽ. ഓക്കെ ഗൈസ്, നമുക്കെന്നാ പോലെ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ബാക്കി വഴിയിൽ ബാക്കി തിരിക്കാനോ അറിയില്ല അല്ലേ? പറഞ്ഞിട്ട് വേണോ? കിട്ടി കിട്ടി. തനി സ്വഭാവം ആ പേടി നമുക്കില്ല ഫാത്തിമ. അതില്ലല്ലോ. അങ്ങനെ പേടിന്റെ സ്വന്തം ട്രോൾ ചെയ്യാണ്ടോ? ഈച്ചോട് തുടക്കി വെച്ചത് എക്കടാ. തിരിയാമത്തെ വടി വിളിക്കണ്.
പക്ഷെ ഇത് വിചാരിക്കാൻ തട്ടിക്കണ്ടോ എമ്മച്ച് വണ്ടിയോ വണ്ടില്ല ഹായ് ഗായ്സ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ് ഗായ്സ്. പത്താമത്തോട്ടാ പറയുന്നത്. കണ്ടുവരുന്നുണ്ടല്ലോ, എവിടെയൊന്നും കിട്ടില്ല. ഒരു ഗസ്റ്റ് ഉണ്ട്. എന്താ പറയണോ? നമ്മളെ കൂടെ ഉള്ളത്, നമ്മളെ കൂടെ ആരാന്ന് നമ്മൾ പറയണ്ടേ? നമ്മളെക്കാട് മുമ്പേ ട്രെൻഡാ ഫാത്തിമ. അല്ല പറഞ്ഞോളി. ഫാത്തിമ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് സർപ്രൈസ് എൻട്രി ആണ് സീനത്ത. ഇന്ന് ഇല്ല, ഇതിലാ കുറെ ദിവസങ്ങൾ. That's how innocence looks. ഇത് 2-3 ദിവസം കഴിഞ്ഞേ ആവുള്ളൂ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം ഫാത്തിമാനെ കുറിച്ച്. പറഞ്ഞോളി. ഞങ്ങളൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോകുമ്പോ എന്താണ്, അതെ ഇതിലാണ് പറയാൻ. അല്ലെ വയസ്സായില്ലേ, കണ്ണൊന്നും കാണുന്നില്ല. പിടിച്ചോ പിന്നെ ഞാൻ പിടിക്കണം. അപ്പൊ ഞങ്ങൾ പോകുമ്പോ പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഫാത്തിമ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളൊരു നല്ല അറ്റാച്ച്മെന്റ് ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ കാസർഗോഡ് നമ്മളിങ്ങനെ കാണുമെന്ന് വിചാരിച്ചിട്ടില്ല. മാത്രമല്ല ഇന്ന് ഇവിടെയും ഇന്നെ സർപ്രൈസ് ആക്കി വെച്ച് മൂടി പൊതിഞ്ഞിട്ടാ കൊണ്ടുവന്നേ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ് പരിപാടി വൻ വിജയം ചെയ്തിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എല്ലാ ദിവസവും ചിലപ്പോ 2 പരിപാടി ഉണ്ട്. 12-ന് ആലുവ, 11-ന് മംഗലാപുരം, 10-ന് നാളെ പേരാമ്പ്ര, 13-ന് കാസർഗോഡ് അരിക്കാടി. അല്ല പറയരുത്. അടിപൊളിയായിട്ട് പോട്ടെ, ഇങ്ങനെ പോട്ടെ. നമുക്ക് അതെ, നിങ്ങൾ അങ്ങനെ പറയുമ്പോഴാണ് ഞാൻ എന്റെ ഏജിനെ കുറിച്ച് പറഞ്ഞത്. അതാണ് നാട്ടിലൊക്കെ തങ്ങളൊക്കെ വിളിക്കണോളെ. പഠിച്ച സഹായിച്ചിട്ട് ഞാൻ പറയട്ടെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അസുഖ കാര്യങ്ങളില്ല. പണ്ടൊരു തലവേദന ഉണ്ടായിരുന്നു, ഇപ്പൊ അതുമില്ല. പണ്ട് തലവേദന ഗുളിയും കൊണ്ടെടുക്കണം. കടന്നാലും ഉറങ്ങിപ്പോ, കാരണം അത്രക്ക് ക്ഷീണുണ്ട്. എന്റെ വീട്ടിലൊക്കെ കൊറേ ആരാധകരുണ്ട് സിനിമക്ക്. അതിനാക്കാണ് വിറ്റേക്ക്. സാധാരണ വെച്ചാല് നമ്മള് പ്രോഗ്രാം നമ്മളെ മാപ്പിളപ്പെട്ടായിട്ട് വന്നിട്ടുള്ള ആളല്ലേ, നമ്മളറിയാ. ഞാൻ ഇപ്പൊ ട്രെയിനിൽ പോകുമ്പോ സ്കൂൾ അധ്യാപകന്മാർ, വിദ്യാർത്ഥികൾ, എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ട ആളും എന്നെ അങ്ങോട്ട് കാണുമ്പോ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പടച്ചറബേ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്റെ മക്കളെ വിസ്മയിൽ പോയപ്പോ അവിടുന്ന് ആയിഷ ബീബിന്റെ പാട്ട് ഉറക്കിട്ടില്ല എന്ന് ആരോ പറഞ്ഞല്ലോ. അത് ഇവര് ഉമ്മയാണെന്ന്, അവര് വിശ്വസിക്കൂലെന്ന്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. നല്ല നിലയിൽ നടക്കട്ടെ. അനാൻഷാന്റെയും പ്രോഗ്രാം നല്ല സന്തോഷത്തോടെ ആരോഗ്യ ആയുസ്സോടെ കൂടി ഇരിക്കട്ടെ, നല്ല നിലയിൽ നടക്കട്ടെ ഇൻഷാ അല്ലാഹ്. എങ്കിലും എനിക്കൊരുപാട് പ്രചോദനം ഉണ്ടായി പ്രോഗ്രാമില്. മാഷാ അല്ലാഹ്, ഞാനെന്നും പ്രാർത്ഥിക്കും ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ 6 പാടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കി വിശേഷങ്ങൾ വരും, കാണാം. എന്താണ് ഇന്ന് നടക്കാൻ പോകുന്നത്? ഇന്ന് നടക്കാൻ പോകുന്നത് തിരുവാതിര.
കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ ഞാൻ കൊടുക്കണേ ഇതാണ് സർപ്രൈസ് ആർട്ടിസ്റ്റ്. ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഒരാളും അറിയില്ല, ഒരാളും അറിയില്ല. നമുക്ക് മാത്രമേ ഇത് അറിയുള്ളൂ, വേറെ ആരും അറിയാൻ പോണില്ല. പക്ഷെ അറിയുമ്പോൾ ജനങ്ങളെ ഞെട്ടി. പെരിന്തൽമണ്ണയാണല്ലേ ഈ പറഞ്ഞ? പെരിന്തൽമണ്ണ മേലാണ്. അതെ അതെ. റെഡിയാണോ? എല്ലാരും റെഡിയാണോ? അവിടെ എത്ര പേര് റെഡി? ഒരു കാര്യം തിരിച്ചു നോക്കട്ടെ. ബാക്കില് എത്ര പേര് റെഡിയാ? അപ്പൊ അങ്ങനെ ആ സർപ്രൈസ് ഹോട്ടൽ റൂമിൽ എങ്ങനെയൊക്കെയോ ആൾക്കാർ കാണാൻ എത്തിച്ച് കമ്പനിക്കാർ മാത്രമാണ് കണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നാണ്. ഒരു പരിപാടി കുറച്ച് പറഞ്ഞേ. ഓക്കെ അതിന് പോലീസ് പറഞ്ഞോട്ടരെ നീ വേണ്ട ഐറ്റങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല മക്കളെ. അതിന് നാളെ ഒരു ദിവസം പറഞ്ഞു നമ്മളാനും വരുന്നുണ്ട്, പിന്നെ സാപ്പിയും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിന് കൊല്ലത്ത് സാപ്പിയാണ് പറഞ്ഞു, കൊല്ലത്തല്ല നമ്മളെ നെയ്യത്താണോ എന്ന് പറഞ്ഞു. അതിനെന്ത് കാട്ടി? പിന്നെ എല്ലാവരും വന്ന് അതിൻ്റെ അടിയിൽ പുതിയെണ്ണ നിൽക്കാന്ന് പറഞ്ഞു നോക്കുമ്പോ പുതിയെണ്ണ ഒന്നല്ല മനെ കണ്ണൂർ സീനത്താത്തരെ ഇപ്പോഴും പുതിയെണ്ണ ആയി കൊണ്ടാ വന്നിട്ടുണ്ട്. ഏതായാലും എൻ്റെ കുട്ടികളെല്ലാവർക്കും കാണാനായി. ഉമ്മാന്റെ കുട്ടികൾ തന്നെ കൊടുക്കില്ലല്ലോ. ആയിക്കോട്ടെ, എന്നാ ഞങ്ങൾ പോവുകയാണ്. ഓടിവാ കണ്ണ ചാടിവാ മൊണ്ണ. ഗൈസ്, അപ്പം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഹോട്ടലിലെത്തി. ഹൗസ് പരിപാടി കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു അല്ലേ? വലിയ തലക്കേടില്ലായിരുന്നല്ലേ? ആ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അധികം ടൈം കിട്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കുറച്ചധികം ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം കുറവായിരുന്നു. പിന്നെ നല്ല മഴയും. ഞാനൊക്കെ ആക്ച്വലി അത്യാവശ്യം നല്ല കോസ്റ്റ്യൂമൊക്കെ എടുത്ത് വന്നതാണ്. നല്ല കോസ്റ്റ്യൂമൊക്കെ എടുത്തിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇന്ന് മഴയായതിനാൽ ഞാനത് ഇട്ടാൽ വെറുതെ ഫോട്ടോസൊന്നും കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഇട്ടില്ല. അവിടെ ജസ്റ്റ് കാഷ്വലായിട്ടൊരു ഡ്രസ്സ് ഇട്ടു. മഴ കാരണം പ്രോഗ്രാം ക്യാൻസൽ ആവുന്നതിൻ്റെ വക്കിലായിരുന്നു. ലാസ്റ്റ് മിനിറ്റാണ് ചെയ്യാമെന്ന് പറഞ്ഞത്. നമ്മൾ മഴയത്താണ് പരിപാടി ചെയ്തത്. എന്താ
പൊട്ടിച്ചോരയൊലിച്ചുകൊണ്ട് പൈസൽ പൈച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാവരും ഇതിലൊരു ബൈ പറയൂ. ഇതിൽ ബൈ. ഞാൻ വണ്ടി അറേഞ്ച് ചെയ്ത്